നമസ്കാരം. അർജൻറ്റീന വീണ്ടും ലോക ചാമ്പ്യന്മാരാകുന്നത് കാണുവാൻ കാത്തിരുന്ന ഞാനടക്കമുള്ള ആരാധകർക്ക് അങ്ങേയറ്റം നിരാശ സമ്മാനിക്കുന്നതായിരുന്നു അർജൻറ്റീന ടീമിൻ്റെ പ്രകടനം. എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല, എത്ര മോശം പ്രകടനമാണ് മെസ്സിയും കൂട്ടരും ഇന്നലെ കാഴ്ചവെച്ചത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മെസ്സിപ്പടയെ പ്രതീക്ഷിച്ചു, എന്നാൽ കണ്ടതോ വെറുതെ ചിതറിയോടുന്ന മാൻകൂട്ടത്തെ. അതുതന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. ഇംഗ്ലണ്ടിനെതിരെ കളിച്ച ആ ടീം തന്നെയാണോ ഇന്നലെ കളിച്ചതെന്ന് പോലും എനിക്ക് സംശയം തോന്നി. എങ്ങനെ ഈ വെറും 2-3 ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ 3-4 ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ എങ്ങനെ ഇത്രയും മോശം ടീമായി ഒരു നല്ല ടീമിന് മാറാൻ സാധിക്കും? സ്ട്രാറ്റജിയിൽ വന്ന പിഴവാണോ, അല്ലെങ്കിൽ സ്പാനിഷ് ടീമിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണോ, അതോ അവർ കൂടുതൽ പേടിച്ച് വിറച്ച് കളിച്ചതാണോ? എന്താണ് സംഭവിച്ചെന്ന് പോലും ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഒറ്റ കാര്യം മാത്രം പരിശോധിച്ചാൽ മതി. അതായത് സ്പെയിൻ 20 അറ്റംപ്സാണ് ഗോൾ മുഖത്തേക്ക് നടത്തിയത്. അറ്റംപ്സ് ഓൺ ഗോൾ എന്ന് പറയുന്നത് 20 അറ്റംപ്സ് ഓൺ ടാർഗറ്റ് എന്ന് പറയുന്നത് 12 അതേസമയം എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫ് വരെ അറ്റംപ്സ് ഓൺ ഗോൾ എന്ന് പറയുന്നത് വട്ടപൂജ്യമായിരുന്നു അർജൻറ്റീനയ്ക്ക്. എങ്ങനെ ഇങ്ങനെ ആവാൻ സാധിച്ചു? എനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തായാലും സ്പെയിൻ വളരെ നന്നായി കളിച്ചു, മികച്ച കളി. അതായത് മാർട്ടിനസ് എന്ന ഒരു ഗോൾ കീപ്പർ അർജൻറ്റീനയ്ക്ക് ഇല്ലായിരുന്നെങ്കിൽ, അത്രയും പ്രഗത്ഭനായ ഒരു ഗോൾ കീപ്പർ ഇല്ലായിരുന്നുവെങ്കിൽ അതിദയനീയമായ ഒരു തോൽവിയായിരുന്നു അർജൻറ്റീനയെ കാത്തിരുന്നത്. എന്തായാലും മാർട്ടിനസിനോട് വളരെയധികം അർജൻറ്റീന ടീം കടപ്പെട്ടിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു 5-0 തോക്കേണ്ട കളിയാണ് പുള്ളിയുടെ ഒരു ഒറ്റ മിടുക്കുകൊണ്ട് മാത്രം 1-0 അവസാനിച്ചത്. ഈ തുടക്കം മുതൽ ഡിഫെൻസീവായിട്ട് കളിച്ച് അവസാനം ഇതുപോലെ അനിവാര്യമായ ഒരു തോൽവി അർജൻറ്റീന ഏറ്റുവാങ്ങി എന്ന് പറയുന്നതാവും ശരി. പക്ഷേ ഫുട്ബോൾ എന്ന ഒരു കളിയെ സ്നേഹിക്കുന്ന ആളെന്ന നിലയ്ക്ക് ഒരിക്കലും നമുക്ക് ഇപ്പോൾ അർജൻറ്റീന തോറ്റു എന്ന് കരുതി ചുമ്മാ ഇങ്ങനെ ഇല്ലാത്ത ആരോപണങ്ങളോ അങ്ങനെയൊന്നും ആരോപിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നന്നായിട്ട് കളിച്ചവർ ജയിച്ചു. ഇന്നലെ സ്പെയിനായിരുന്നു നന്നായിട്ട് കളിച്ചത്. അതുകൊണ്ട് മികച്ച വിജയം അവർക്ക് കിട്ടി. സ്പെയിനിന്, ലോക ചാമ്പ്യന്മാരായി മാറിയ സ്പെയിനിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു.